അല്ലാഹുവിന് ഉറക്കമില്ല, മയക്കം പോലുമില്ല. അത് മടവൂരിനും അങ്ങനെ തന്നെയാണെന്ന് പച്ച കുഫ്രിദാ ഇതേ ഫിലാക്കൽ സഖാഫി പറയുന്നു. അല്ലാഹുവിന് ഉറക്കമില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം. ആയത്തുൽ കുർസിയിൽ പറഞ്ഞു അല്ലാഹു തആല തൂക്കിയൊക്കെ അല്ല ഉറപ്പില്ല. വലിയ അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. ഒക്കെ വലിയനെയും കൂട്ടി മനസ്സിലാക്കണം. അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ ഖുർആനിൽ അതൊക്കെ വലിയനെയും കൂട്ടി മനസ്സിലാക്കണം. ഉറക്കമല്ല മയക്കമല്ല, ഇനി എന്താടോ ബാക്കി? ഇനി എന്താടോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത്? ഇവർക്ക് ചാർത്തിക്കൊടുക്കാൻ ബാക്കി എന്താണ്? തനിച്ച കുഫറിന്റെയും ഷിർക്കിന്റെയും വർത്തമാനങ്ങൾ. ഇങ്ങനെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു. റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട് അവനെക്കുറിച്ച്, അവൻ്റെ വചനങ്ങളെക്കുറിച്ച്. ലോകത്തുള്ള മരങ്ങൾ മുഴുവനും വൃക്ഷങ്ങൾ മുഴുവനും പേനയായാലും, അതുപോലെ തന്നെ ഇവിടെയുള്ള സമുദ്രങ്ങളിലെ മഷികളും സമുദ്രങ്ങളിലെ വെള്ളം മുഴുവനും മഷിയായാലും എഴുതി തീരൂല. അതേ കാര്യം ഇനി മടവൂരിൻ്റെ മഹത്വം പറഞ്ഞാ തീരൂലാന്ന് അക്കാര്യം തന്നെ ഇയാള് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഈ ജാതി ജനങ്ങൾ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ റബ്ബ് എത്ര പരിശുദ്ധനാ. കേട്ടോളൂ, ആ സഖാഫിയുടെ ഇനി മറ്റൊരു സഖാഫിയുടെ വർത്തമാനം കേട്ടോ. കുറച്ച് പ്രായമുള്ള സഖാഫിയാണ്. അയാളും വളരെ ഉന്നതനായ സഖാഫിയാണ്. അയാളുടെ തൊള്ള കൊണ്ടാണ് ഈ ഇക്കാര്യം അയാൾ പറയുന്നത്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹയാത്ത് കാലത്ത് ഒരാളൊരു മതമുണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒന്നുമല്ല, അവിടുത്തെ വസ്തുക്കൾ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. തഫീലുൽ ഖാത്തിർ എന്നൊരു കിതാബുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവര് ഹൗസിന്റെ മക്കാമ് പറയുന്നുണ്ട്. ഹൗസിന്റെ ഒരു മക്കാമ് ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മഷിയാവുകയും മുഴുവൻ മരങ്ങളും പേരയാവുകയും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്താണ് സുബ്ഹാനല്ലാഹ്? എന്ത് സുബ്ഹാനല്ലാഹ് നിങ്ങൾ പറയുന്നത്? അള്ളാഹിനെ പറ്റി പച്ച പൊള്ളു പറയാ. സുബ്ഹാനല്ലാഹുടെ അർത്ഥം പോലും തിരിയില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവെ നിന്നെക്കുറിച്ച് എന്തൊക്കെ അരുതാത്തത് ലോകത്ത് പിഴച്ചവർ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹുവേ നീ പരിശുദ്ധനാണ് എന്നാ സുബ്ഹാനല്ലാഹ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. എന്നിട്ട് തനിച്ച നുണ പറഞ്ഞിട്ട് ഇയാളും അവസാനം സുബ്ഹാനല്ലാഹ് എന്ന് പറയാം.